ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാവുന്ന ബുക്കിന്റെ പേര് ഫിലോസഫി ഹാക്സ് എന്നാണ്. ഓക്കെ, ഈ ബുക്ക് ഫിലോസഫി ഹാക്സ് എന്നാണ് ഈ ബുക്കിന്റെ പേര്. ഇത് ഞാൻ ഇംഗ്ലണ്ടിലെ ഒരു പട്ടണമായ കോൾച്ചസ്റ്റർ, ഞാനിപ്പോൾ താമസിക്കുന്ന പട്ടണത്തിലെ ഒരു ഓൾഡ് ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ചൊരു ബുക്കാണ്. ഈ ബുക്കിന്റെ സബ് ടൈറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 clever ways to help you understand and remember the most important theories. അതായത് ഈ ബുക്ക് 100 ഫിലോസഫി ടെക്നിക്സിനെ കുറിച്ചാണ് പ്രതിപാദനം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ടൈറ്റിലിൽ എനിക്ക് 2 റെക്കഗ്നൈസബിൾ ഫേസ് ഉണ്ട്. ഒരാള്, അതായത് ഒരു പൈപ്പ് വെച്ചിരിക്കുന്ന ആള് ജോൺ പോൾ സാർത്രേ ആണെന്ന് തോന്നുന്നു, ഫ്രഞ്ച് എക്സിസ്റ്റന്റലിസ്റ്റ് ആണ്. മറ്റേ രണ്ടാമത്തെ ആള് ജോൺ ലോക്ക്, അയാളൊരു ഇംഗ്ലീഷ് എംപെരിസിസ്റ്റ് ആണ്. അറിയാം. ഈ ലേഡി ആരാന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അതെന്തായാലും നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇത് ചെയ്യാം. അപ്പോ ഈ ബുക്കിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 7 സെക്ഷനായിട്ടാണ് അത് തിരിച്ചേക്കണത്. ഏൻഷ്യൻ ഈസ്റ്റേൺ ഫിലോസഫി, ഏൻഷ്യൻ വെസ്റ്റേൺ ഫിലോസഫി, മെഡീവൽ ഫിലോസഫി, റെനൈസൻസ് ഫിലോസഫി, ഏർലി മോഡേൺ ഫിലോസഫി, ലേറ്റ് മോഡേൺ ഫിലോസഫി, 20th സെഞ്ചുറി ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് 7 സെക്ഷനായിട്ടാണ് അത് ഡിവൈഡ് ചെയ്തേക്കണേ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു ആർബിട്രറി പേജിൽ നിന്ന് ഞാനൊരു ഇത് ചെയ്യാം. അതായത് നമ്പർ 19th ഹാക്ക് ദ റിപ്പബ്ലിക്കിനെ കുറിച്ചാണ് പറയുന്നത്. പ്ലാറ്റോന്റെ ഫേമസ് ബുക്കാണ് ദ റിപ്പബ്ലിക്. മോഡേൺ റിപ്പബ്ലിക്കുകൾക്ക്, അതായത് വെസ്റ്റേൺ ഹെമിസ്ഫിയറിലുള്ള റിപ്പബ്ലിക്കിന്റെ ആധാരം ഈ ഗ്രന്ഥമാണ്. ഫിലോസഫർ കിങ് എന്നുള്ളൊരു ഐഡിയ, അതായത് ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ മലയാളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ രാജർഷി എന്ന് പറയും, രാജഋഷി. ഓക്കെ, ഋഷി തുല്യനുമാണ്, രാജാവുമാണ്. ഫിലോസഫർ കിങ്സ് ആസ് ചാരിയറ്റിയേഴ്സ് എന്നാണ് ഇതിന്റെ സബ് ടൈറ്റില്. അതായത് ചാരിയറ്റിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എന്താ പറയാ, നമ്മള് ഈ രഥം ഓടിക്കുന്നവർ, അവരാണ് ഓടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഹാക്ക് എന്താന്ന് നോക്കാം. Plato's ideal republic is one in which the philosopher kings, who are endowed with reason, rule, and the city runs smoothly, much like an expert charioteer can guide 2 horses smoothly. അപ്പോൾ ഈ ഹോഴ്സസിന്റെ കാര്യം പറയുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഭഗവത്ഗീതയില് കൃഷ്ണൻ 5 ഹോഴ്സസിനെ ഓടിക്കുന്ന ചാരിയറ്റാണ് കാണിക്കാറ്. അപ്പോൾ ഈ പണ്ട് ഇയർ 2002 ഞാൻ നെസ്റ്റ് എന്നുള്ളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു മാർക്കറ്റിംഗുകാരൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ ടീം ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നത് കണ്ടാൽ 8 കുതിരകൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു രഥത്തിന്. ഈ 8ഉം ഒരു സർക്കുലർ ലേഔട്ടിൽ ഈ പെട്ടെന്ന് ഓടിയിട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത അവസ്ഥ വരും. അപ്പോ ഈ നമ്പർ 19th ദ റിപ്പബ്ലിക് ആണ്. ഇനി നമ്പർ 53rd ഹാക്ക് എന്താന്ന് വെച്ചാൽ ബറൂച്ച് സ്പിനോസാസ് മോണിസം. മോണിസം എന്ന് പറഞ്ഞാൽ ഏകസത്താവാദം എന്നാണ്. അപ്പോൾ ഫിലോസഫിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ക്ലാസ് ഓഫ് ഇതേ ഉള്ളൂ. മോണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകസത്താവാദം, ഡ്യുവലിസം എന്ന് പറഞ്ഞാൽ ദ്വിസത്താവാദം, പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ അനേകസത്താവാദം. അപ്പൊ ഭാരതത്തിലെ ഒരു ഫേമസ് ഫിലോസഫിയുടെ പേര്, അതായത് കേരളത്തിൽ ജന്മം കൊണ്ടൊരു ഫിലോസഫിയാണ്, അതിന്റെ പേര് അദ്വൈത ഫിലോസഫി എന്നാണ്. അതിനെ മോണിസം എന്നല്ല പറയുന്നത്, അതിനെ നോൺ ഡ്യുവലിസം എന്നാണ്, രണ്ടാമതൊന്നുമില്ലാത്ത. ഓക്കെ, അത് എന്തുകൊണ്ടാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് എന്താ പറയുക, വ്യാവഹാരിക സത്ത, പാരമാർത്ഥിക സത്ത എന്ന 2 രീതിയുണ്ട്. വ്യാവഹാരിക തലത്തിൽ പ്ലൂറലിസം അല്ലെങ്കിൽ ഡ്യുവലിസം ഉണ്ട്. പാരമാർത്ഥിക തലത്തിൽ അതിന് രണ്ടാമതൊന്നുമില്ല. അതാണ് അതിന്റെ കാര്യം. പിന്നെ നെക്സ്റ്റ് 54ാമത്തെ ഹാക്ക് ജോൺ ലോക്സ് ടാബുല റാസ എന്നാണ്. വേർ ഡു അവർ ഐഡിയാസ് കം ഫ്രം. ഈ ജോൺ ലോക്ക് ഒരു എംപെരിസിസ്റ്റ് ആണ്. ഞാനിപ്പോ താമസിക്കുന്നത് ബ്രിട്ടനിലാണ്. അപ്പൊ ബ്രിട്ടനിലെ ഫിലോസഫേഴ്സ് ഒട്ടുമിക്കവരും എംപെരിസിസ്റ്റുകളാണ്. ഫ്രഞ്ചുകാർ പൊതുവെ റാഷണലിസ്റ്റുകളാണ്. ജർമ്മൻസ് ഇൻ ബിറ്റ്വീൻ ആണ്. അതുകൊണ്ടാണ് ജർമ്മൻസ് പലപ്പോഴും പ്രാക്ടിക്കൽ ആവുന്നത്. അപ്പോ ഈ ടാബുല റാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാങ്ക് സ്ലേറ്റ് എന്നാണ് അതിന് ഇംഗ്ലീഷ്. അത് ലാറ്റിൻ ടേമാന്ന് തോന്നുന്നു. അപ്പോ
ഈ ബ്ലാങ്ക് സ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മളെ തലയിലൊന്നുമില്ല. ഒരു നമ്മുടെ എക്സ്പീരിയൻസസ് ആണ് നമ്മളെ എന്താ പറയാ, ഒരു മിനിറ്റ്. ഓക്കെ, നമ്മുടെ എക്സ്പീരിയൻസസ് എന്താ പറയാ, ഈ നമ്മുടെ തലയിൽ എച്ച് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നോളജ് എല്ലാം ഈ എംപിരിക്കലായിട്ട്, അതായത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് ലഭിക്കുന്നതാണെന്നുള്ളൊരു തത്വമാണ്. അപ്പൊ അതിന്റെ ഹാക്ക് എന്താന്ന് നോക്കാം. While it is true that the bulk of learning obviously comes both empirically and rationally after birth, practical research in recent years has shown that brain possesses innate thoughts and abilities prior to birth, which contradicts Locke's blank slate metaphor. അപ്പോൾ ഈ ബ്ലാങ്ക് സ്ലേറ്റ് ഒരു മെറ്റഫോർ ആയിട്ടാണ്, അല്ലെങ്കിൽ ടാബുല റാസ ഒരു മെറ്റഫോറിക് തിങ് ആയിട്ടാണ് ഈ ബുക്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ നമ്മൾ ബൾക്ക്, അതായത് നമ്മൾ പഠിക്കുന്നത് ഒന്നിലോ ഈ എംപെരിക്കലായിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യലായിട്ടാണ്, പ്രത്യക്ഷത്തിലൂടെയാണ്, അല്ലെങ്കിൽ യുക്തിയിലൂടെയാണ്. ആണെങ്കിലും ഇപ്പോഴത്തെ മോഡേൺ റിസർച്ച് പറയുന്നത് എന്താ വെച്ചാൽ, മനുഷ്യർ ഇന്നേറ്റ് ഐഡിയാസ് അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ കുറച്ച് എന്താ പറയാ കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് ജനിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ബ്ലാങ്ക് സ്ലേറ്റ് എന്നുള്ള ഐഡിയ അത്ര ശാസ്ത്രീയമല്ല എന്നാണ് ഇവിടെ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ അതൊരു നല്ല മെറ്റഫോറാണ്. ഇറ്റ് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് മീ എ ലോട്ട് ഫ്രം മൈ യങ്ങർ ഡേയ്സ്. ഇനി നമ്പർ 65, ആർതർ ഷോപ്പനേഴ്സ് പെസിമിസം, ദ പുവർ കൺസലേഷൻ ഓഫ് ഫിലോസഫി. പെസിമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അതിനെ ഒരു പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ശുഭാപ്തി വിശ്വാസ, അല്ലെങ്കിൽ സ്കെപ്റ്റിക് എന്നല്ല പറയാം, അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ എന്താ പറയാ, ഇഫ് സംതിങ് ഹാസ് ടു ഗോ റോങ് ഇറ്റ് വിൽ ഗോ റോങ്, അല്ലെങ്കിൽ ആൾവേസ് പ്ലാൻ ഫോർ ദ വേഴ്സ് അപ്രോച്ച് ആണ്. എന്ന സ്ഥാനത്ത് ഒപ്റ്റിമിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ആൾവേസ് പ്ലാൻ ടു ഇംപ്രൂവ് ദ വൂഡ്സ്. അപ്പൊ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. പെസിമിസം ഒരു ബിറ്റ് നെഗറ്റീവ് ആണ്. ആർതർ ഷോപ്പനർ ഒരു ജർമ്മൻ ഫിലോസഫർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹാക്ക് എന്താന്ന് നോക്കാം. Arthur Schopenhauer regards human striving as insatiable and any gratification from achieving a goal only momentary, soon turning back towards suffering. അതായത് മനുഷ്യർക്ക് എന്താ പറയാ, ഒരു സ്ട്രൈവ് ചെയ്യാനുള്ള ഒരു ഇൻസേഷ്യബിൾ അല്ലെങ്കിൽ ക്വെഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു അപ്പറ്റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എനി കൈൻഡ് ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ ടെമ്പററി ആയിരിക്കും, പിന്നെ അതിൽ നിന്ന് മുക്തി നേടിയില്ലെങ്കിൽ അത് സഫറിങ്ങിലോട്ട് പോകുന്നതാണ് പറയുന്നത്. അതാണ് ആർതർ ഷോപ്പനേഴ്സ് പെസിമിസം എന്ന് പറഞ്ഞ ഹാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് നമ്പർ 82, കാൾ പോപ്പേഴ്സ് ഫാൾസിഫയബിലിറ്റി, ഷോയിങ് എ ഹൈപ്പോത്തസിസ് ടു ബി ഫാൾസ്. അപ്പൊ കാൾ പോപ്പർ എന്നുള്ള ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഓസ്ട്രിയൻ ജർമ്മൻ ഫിലോസഫർ ഓഫ് സയൻസ് ആണ്. അപ്പോ ട്രൂത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റോന്റെ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലെ കാര്യമാണ്, ഭാരതീയ സങ്കല്പം വേറെയാണ്. ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ് എന്നാണ് അതിനെ പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പൊ പ്ലേറ്റോസ് ജസ്റ്റിഫൈഡ് ട്രൂ ബിലീഫ് ആണ്. എഡ്മണ്ട് ഗട്ടിയർ എന്നുള്ളൊരു ഫിലോസഫർ കുറച്ച് കൗണ്ടർ എക്സാമ്പിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ നമ്മളിവിടെ ഫിലോസഫി ഓഫ് സയൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സയൻസിൽ ഈ കാൾ പോപ്പർ മെയിൻലി ഡീൽ ചെയ്തത് മറ്റേ എന്താ പറയാ, പ്രോബ്ലം ഓഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ജനറലൈസേഷനിൽ നിന്ന് വരുന്ന എററാണ്, ബ്ലാക്ക് സ്വാൻ എറർ. അതായത് ഒരു ഇൻഡക്റ്റീവ് ജനറലൈസേഷൻ ഒരു സൗണ്ട് റീസണിങ് പ്രൊസീജിയർ അല്ല എന്നുള്ളതാണ്. അപ്പോ സയൻസ് പോസിറ്റീവ് തന്നെ, സയൻസിലെ എന്ത് ഹൈപ്പോത്തസിസ് അത് പൊട്ടൻഷ്യലി ഫാൾസിഫയബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അത് സയൻസ് അല്ല എന്നാണ് കാൾ പോപ്പറിന്റെ വാദം. നമുക്ക് ആ ഹാക്ക് എന്താന്ന് നോക്കാം. ഫാൾസിഫയബിലിറ്റി ഇസ് ദ ഡോക്ട്രിൻ ദാറ്റ് ഫോർ എ ഹൈപ്പോത്തസിസ് ടു കൗണ്ട് as in the purview of science, it must be able to be shown to be false by observation or by experiment. ഒബ്സർവേഷനിലൂടെയോ എക്സ്പെരിമെന്റിലൂടെയോ ഫോൾസിഫൈ ചെയ്യാൻ പറ്റാത്ത ഒന്നും, അതായത് ഒരു ബൈനറി അസർഷൻ ട്രൂ ഫോൾസ് അല്ലാത്തതൊന്നും സയൻസിന് ആധാരമായിരിക്കരുതെന്നാണ് അത് പറയുന്നത്. ഇപ്പൊ ക്ലബ് ഹൗസുകളിലൊക്കെ ഫിലോസഫി ചർച്ചയിൽ, എസ്പെഷ്യലി ഈ ഭാരതീയ ദർശനത്തെ കുറിച്ചൊക്കെയുള്ള ചർച്ചയിൽ ആൾക്കാർ പറയും ഫാൾസിഫയബിലിറ്റി ഇല്ല എന്ന് പറയും. അതൊരു അബദ്ധജടിലമായ ഒരു ഒബ്സർവേഷനാണ്. കാരണം വെസ്റ്റേൺ ലോജിക്ക് അല്ലെങ്കിൽ മോഡേൺ വെസ്റ്റേൺ ലോജിക്ക് ബൈവാല്യൂഡ് ലോജിക്കാണ്.
അപ്പോ അതിന് 3 പ്രമാണങ്ങളാണുള്ളത്. ഒന്ന് ലോ ഓഫ് ഐഡന്റിറ്റി, എ ഷുഡ് ബി ഈക്വൽ ടു എ. അടുത്തത് ലോ ഓഫ് ലോ ഓഫ് കോൺട്രഡിക്ഷൻ, അതായത് സംതിങ് ഷുഡ് നോട്ട് ബി എ ഈക്വൽ ടു ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി ഷുഡ് നോട്ട് ബി ട്രൂ അറ്റ് ദ സെയിം ടൈം. ഇനി മൂന്നാമത്തത് ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ ആണ്. ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ എ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ട്രൂ ഓർ ഫാൾസ്, നോട്ട് ഇൻ ബിറ്റ്വീൻ, ഓർ എനി അതർ വാല്യൂ ഈസ് പെർമിസിബിൾ. എന്ന സ്ഥാനത്ത് ഭാരതീയ ദർശനവും മോഡേൺ മെറ്റാഫിസിക്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയലക്ടിക്സിൽ ആധാരമായിട്ടുള്ളതാണ്. ഡയലക്ടിക്സ് എന്ന് പറയുമ്പോൾ ഈ മാർക്സിന്റെ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അതായത് ഈ ഭാരതീയ ദർശനങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പ്ലേറ്റോ ഗ്രീക്ക് ഇതിഹാസങ്ങളിലും അല്ലെങ്കിൽ ഗ്രീക്ക് ഫിലോസഫിയിലും, അതായത് തെസിസ് ആന്റിതെസിസ് സിന്തസിസ് തന്നെയാണ് അവിടെയും ഉള്ള കാര്യം. പക്ഷെ അതൊരു സോഷ്യൽ റോളിലോട്ട് മാർക്സ് കൊണ്ടുപോയെങ്കിലും അതിന്റെ ഒരു തോട്ട് ലെവലിലാണ് ഡയലക്ടിക്സ് ഉദ്ദേശിക്കുന്നത്. ലോ ഓഫ് ഡയലക്ടിക്സ്, ഈ ലോ ഓഫ് ലോജിക്കുള്ള മാതിരി തന്നെ ലോ ഓഫ് ഡയലക്ടിക്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് ലോ എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റി ഈസ് എ പ്രോസസ് ഓഫ് ചേഞ്ച് എന്നാണ്. അതാണ്. അപ്പൊ എന്താ വെച്ചാല് നമുക്ക് ലോ ഓഫ് ഐഡന്റിറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം വാട്ട് ഈസ് എ നൗ മേ ബി അത് വേറെ എ അല്ലാത്തതാവാം. അപ്പോ നമുക്ക് ലോ ഓഫ് ഐഡന്റിറ്റിക്ക് പകരം റിയാലിറ്റി പ്രോസസ് ഓഫ് ചേഞ്ച് ആണ്. പിന്നെ അടുത്തത് വാട്ട് ഈസ് ട്രൂ ടുഡേ ക്യാൻ ബി ഫോൾസ് ടുമാറോ ആൻഡ് വൈസ് വേഴ്സ. പിന്നെ മൂന്നാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദ എൻറ്റിറ്റി. അതാണ് ഹോളിസം അഥവാ സമഗ്രതാവാദം. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഫാൾസിഫയബിലിറ്റി ഫിലോസഫിക്ക് ഇല്ല എന്ന് പറയുന്നത് ഒരു കാരണം ഫിലോസഫി ഒരിക്കലും ഒരു ട്രൂ ഫാൾസ് ഡൈക്കോട്ടമിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ അല്ല. ട്രൂത്ത് ഇസ് എ മാറ്റർ ഓഫ് ഡിഗ്രി എന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഭാരതീയ ദർശനങ്ങളിൽ കോംപ്ലിമെന്ററി ആണ് പല കാര്യങ്ങളും. ഇപ്പൊ സുഖത്തിന്റെ ഓപ്പോസിറ്റ് അല്ല അസുഖം, സുഖത്തിന്റെ കോംപ്ലിമെന്ററി ആണ് അസുഖം. ഒരാൾക്ക് 70% സുഖം, 30% അസുഖം, അങ്ങനെ. അതായത് ഒരു ട്രൂത്ത് ഇസ് എ മാറ്റർ ഓഫ് ഡിഗ്രി എന്നുള്ളതാണ്. അപ്പൊ ഫാൾസിഫയബിലിറ്റി സയൻസിന്റെ ഒരു ഇതില് പ്രസക്തമാണെങ്കിലും ഫിലോസഫിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എനിക്ക് ചിലതൊന്നും ഒരു പശ്ചാത്തലമല്ല അതിന്റെ. ഓക്കെ, ഇനി നമ്പർ 45 നോക്കുക. ഫ്രാൻസിസ് ബാക്കൺസ് ഗിഫ്റ്റ് ടു സയൻസ്, ദ സയന്റിഫിക് മെത്തേഡ്. അപ്പോ ഫ്രാൻസിസ് ബാക്കൺ ആണ്. അപ്പൊ റെനെ ഡെക്കാർട്ടെ ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആണ്. പുള്ളിയുടെ കോഗിറ്റോ എർഗോ സമ്മിൽ നിന്നാണ് മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി തുടങ്ങിയത്. ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്ന സ്ഥാനത്ത് ഉപനിഷത്ത് ഋഷി പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനുണ്ട്, അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു എന്നുള്ളത്. കാരണം ഞാൻ ചിന്തിക്കുന്നതുകൊണ്ട് ഞാനുണ്ടെന്നുള്ളതല്ല. അതായത് അപ്പോ അത് വേൾഡ് വ്യൂ കാണുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പോ ഈ ഫ്രാൻസിസ് ബാക്കൺ ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാൻ ആണ്. പുള്ളി കുറച്ചും കൂടി എന്താ പറയാ ഒരു സയന്റിഫിക് പ്രീസ്റ്റ്ഹുഡ് ഉണ്ടാക്കാൻ നോക്കുകയാണ് ആണ് ചെയ്തത്. അപ്പോ നോളജ് ഇസ് പവർ എന്നുള്ളതും സയന്റിഫിക് മെത്തേഡിന്റെ ഉപജ്ഞാതാവ് പുള്ളിയാണ്. അപ്പൊ നമുക്ക് പുള്ളിയുടെ ഒരു ഹാക്ക് എന്താ നോക്കാം. ഫ്രാൻസിസ് ബാക്കൺസ് ഗിഫ്റ്റ് ടു സയൻസ്. ഫ്രാൻസിസ് ബാക്കൺ laid out the basics of the scientific method that we know today: observe, hypothesize, predict, test and modify. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 5 അംഗങ്ങളാണുള്ളത്, ഡയമെൻഷൻസ് ഉള്ളത്. ഒബ്സർവ്, അതായത് നിരീക്ഷിക്കുക. ഹൈപ്പോത്തസൈസ് എന്ന് വെച്ചാൽ പരികല്പനകൾ ഉണ്ടാക്കുക. പ്രഡിക്റ്റ് ചെയ്യുക, അതായത് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിന്റെ ബിഹേവിയർ പ്രഡിക്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഓക്കെ മോഡിഫൈ ചെയ്യുക അണ്ടിൽ യു കൺവേർജ് അപ് ടു ദ ട്രൂത്ത്. അപ്പൊ ഒരു ഇതാണ്. ഇനിയിപ്പോ ഈ എന്താ പറയാ ലാസ്റ്റത്തെ നമ്പർ 51 റെനെ ഡെക്കാർട്ടയുടെ സബ്സ്റ്റൻസ് ഡ്യൂവലിസം ആണ്, മൈൻഡ് ഓവർ മാറ്റർ. ഓക്കെ, അപ്പൊ ഈ മൈൻഡ് ഓവർ മാറ്ററിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. ഈ നമ്പർ 62 ആഡം സ്മിത്തിന്റെ ഹിഡൻ ഹാൻഡ് ആണ്. അതായത് മാർക്കറ്റ് ബിഹേവിയർ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോ ഈ ബുക്ക്, അതായത് ഫിലോസഫി ഹാക്സ്, ഓതേഴ്സിന്റെ പേര് റോബർട്ട് ARP ആൻഡ് മാർട്ടിൻ കോഹൻ ആണ്. ഈ ബുക്ക് പബ്ലിഷ് ചെയ്തേക്കുന്നത് ആരാന്നുള്ളത്
ഒരു ബ്രിട്ടീഷ് പബ്ലിഷർ ആണെന്ന് തോന്നുന്നു. ഇത് അവൈലബിൾ ആണോ എന്നുള്ളത്, ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. എന്താ പറയാ, ഒരു UK കമ്പനി പബ്ലിഷ് ചെയ്തേക്കണാണ്. ഈ ബുക്ക് കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ബൈ. ഫിലോസഫി ഹാക്സ്. ഞാൻ ഇതിലത്തെ കുറച്ച്, ഇപ്പൊ ഇതിലൊരു ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ച് പോലും കവറേജ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഹിന്ദുയിസം, തെയിസം ആണ്. അതായത് ഗോഡ് ഇൻ ഓൾ തിങ്സ്. അതായത് പാനൻതിയസം എന്നാണ് അതിനെ ഫിലോസഫിക്കൽ ഭാഷയിൽ പറയുന്നത്. രണ്ടാമത്തത് സംസാര സാഗരം എന്നൊക്കെ പറയില്ല. അതായത് ഈ നമ്മുടെ ഈ സംസാര സാഗരത്തിൽ ദുഃഖം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ദുഃഖം അകറ്റാനാണ് ബ്രഹ്മവിദ്യ അഥവാ വേദാന്തം ഒക്കെ പഠിക്കുന്നത്. പിന്നെ ബ്രഹ്മൻ, സോഴ്സ് ഓഫ് ഓൾ തിങ്സ്, അതായത് എക്സിസ്റ്റൻസ് ആബ്സല്യൂട്ട് ആണ് നമ്പർ 3. നമ്പർ 4 കോസ്മിക് ഡ്യുവലിസം, അതായത് ഈ എന്താ പറയുക, ഡ്യുവലിസം എന്നുള്ള ദ്വന്ദ്വാദം. പിന്നെ കൺഫ്യൂഷ്യസ് ഫിലോസഫിയെ കുറിച്ചാണ് നമ്പർ 5. ടാവോയിസത്തിന്റെ ഇൻ യാങ്, ഈ സിമ്പിൾ എനിക്കറിയില്ല ഇത് കാണാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ജൈനിസത്തിന്റെ അഹിംസയാണ് അടുത്തത്. ബുദ്ധിസത്തിന്റെ ദുഃഖം, അല്ലെങ്കിൽ ബുദ്ധിസത്തിന്റെ അനീക്ക എന്ന് പറയുന്നത്. അപ്പോ നിർവാണയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ഈ ടെയിൽസ് ഓഫ് മിലേഷ്യസ് ആണ് വാട്ടർ എവരിവർ പറഞ്ഞ്. അപ്പൊ ഇതൊരു ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ഫിലോസഫിയെ കുറിച്ചൊരു എന്താ പറയാ നല്ല ഐഡിയ വയ്ക്കുമെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇങ്ങനത്തെ ഒരു പുസ്തകം എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ വെരി ഗുഡ് എന്ന് ഞാൻ ആലോചിച്ചു പോയി. അപ്പോ ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. താങ്ക് യു.